ഫ്രീഡം ആൻഡ് പെട്രോ ഒരു വെബ് സീരീസ് ആണ്. ഫ്രീഡം ആൻഡ് പെട്രോ എന്ന് ഈ പടത്തിലെ രണ്ട് നായകന്മാരാണ്. പെട്രോ എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസറാണ്. പോലീസ് ഓഫീസറിന്റെ ലൈഫിലൂടെ മറ്റ് പോലീസുകാരുടെ ജീവിതം, അവർ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ, സൈബർ സെല്ലിലോട്ട് അവരെ കൊണ്ടുപോയിട്ട് കഴിയുമ്പം നേരിടുന്ന പ്രശ്നങ്ങൾ. കാരണം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ, ഇതൊക്കെ ചെയ്ത് നടക്കുന്ന പോലീസ് ഓഫീസർ സൈബർ സെല്ലിൽ വന്നിരിക്കുമ്പം അയാൾക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ. പിന്നെ പോലീസുകാരുടെ ജീവിതം, 24 hours ഡ്യൂട്ടി നിൽക്കുന്ന പോലീസുകാർക്ക് ലൈഫ് എങ്ങനെ, മക്കളുടെ കാര്യം, ഭാര്യയുടെ കാര്യം, അതിൻ്റെ അകത്തൊക്കെ അവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഫാമിലി ഇഷ്യൂസ്, മക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന ഇഷ്യൂസ്, വൈഫുമായിട്ടുള്ള ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് കഥയിലൂടെ പറഞ്ഞു പോകുന്നത്. ഒരു മിനിസ്റ്ററിന്റെ കുട്ടി മിസ്സിംഗ് ആവുന്നു. കുട്ടിയെ കണ്ടെത്തുന്നതാണ് ഒറ്റയടിക്ക് പറഞ്ഞ കഥ. ആ മിസ്സിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇവിടെ പെട്രോ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ, അയാൾ കരിയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ഈ മിനിസ്റ്ററിന്റെ വീട്ടിലെ ഒരു മൊബൈൽ മിസ്സിംഗ് ആവുന്നു. ആ മൊബൈൽ തപ്പിയെടുക്കാൻ വരുമ്പം പുള്ളി പറയുന്നത് മോനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പം മകനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പുള്ളി സമ്മതിക്കുന്നില്ല. തന്റെ ജോലി ഇവിടെ നിലനിർത്തണ്ടേ, അതും ഹോം മിനിസ്റ്ററാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്ത് അതേ മിസ്സിംഗ് ആയ വൈഫിന്റെ മൊബൈലിന്റെ അതേ സാധനത്തിന് ഒരെണ്ണം കൊണ്ടേ കൊടുക്കുകയാണ്. മറ്റേ വൈഫിന്റെ ഫോൺ തിരിച്ചു കിട്ടി. അതോടെ എല്ലാ കളിയും ചീറ്റിയെ. അങ്ങനെ ആ മിനിസ്റ്ററിന്റെ മുമ്പിൽ ഇയാളുടെ വിശ്വസ്തത നഷ്ടപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ഇയാളെ സൈബർ സെല്ലോട്ട് അടിക്കും. ഈ ഫ്രീഡം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിറങ്ങി ജോലിയൊന്നും ആകാത്തതുകൊണ്ട് അദ്ദേഹം ഈ വാക്കിംഗ് ക്ലീനറിന്റെ ഫീൽഡിൽ വിറ്റ് നടക്കുന്ന പരിപാടിയാണ്. അയാൾക്ക് അയാളുടെ മുത്തച്ഛന്റെ പഴയ റെപ്ലിക്ക കാർഡ് വിത്ത് കാസറ്റ് മിസ്സിംഗ് ആണ്. അത് കംപ്ലൈന്റ് നടക്കാതെ വന്ന സമയത്ത് പോലീസ് ഓടിച്ചു വിടുകയും മുടക്കം പ്രശ്നമൊക്കെ വന്നപ്പോൾ ഇയാളെ പിടിച്ചകത്തിടുകയും ആ സമയത്ത് ഒരു കേസിന്റെ ഒരു ഇഷ്യൂ വരികയും ഈ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഈ മോഷ്ടാക്കളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പെട്രോയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് പെട്രോ തന്റെ സൈബർ സെല്ലി ഇഷ്യൂസിലോട്ട് വരുന്ന ഇപ്പൊ ഈ മാറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ഈ ചെറുപ്പക്കാരനുമായിട്ട് വിളിച്ച് സംസാരിക്കുകയും പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ടാവുകയും പിന്നീട് മിനിസ്റ്ററിന്റെ വീട്ടിൽ കുട്ടി മിസ്സിംഗ് ആവുന്നു. അപ്പം അവിടെ വേറൊരു വില്ലൻ വരുന്നു. ഇതിന്റെ അകത്ത് വൈഫിനെ ട്രാക്ക് ചെയ്ത്, അതായത് ഈ ഫ്രീഡം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വൈഫിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ട്രാക്ക് ചെയ്തെടുത്ത് വൈഫിന്റെ ലവർ, പഴയ ലവറിന്റെ കണക്ഷൻ തപ്പിയെടുത്ത് ലവർ ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത മാറ്ററിന്റെ അകത്ത് ഇൻവോൾവ് ആണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വൈഫുമായിട്ട് സംസാരിച്ചു. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ആണ് ഈ വെബ് സീരീസ് കൂടെ പറഞ്ഞു പോകുന്നത്. പിന്നീട് ആണ് മനസ്സിലാകുന്ന ഈ ഫ്രീഡം എന്ന് പറയുന്ന പയ്യൻ സാറുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിന്റെ അകത്ത് ആ സാറ് മരണപ്പെട്ടു പോകുന്നു. പിന്നീട് സാറിന്റെ മകൻ കണക്ക് തീർക്കാൻ ഇവിടെ വരുന്നു. ആ മകനാണ് ഈ കൊച്ചിന്റെ കിഡ്നാപ്പ് ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അവൻ ഭയങ്കര ഉഡായിപ്പാണ്. ഈ പോലീസ് ഓഫീസറായ പെട്രോയും ഫ്രീഡോടെ കൂടി ട്രാക്ക് ചെയ്ത് പിടിച്ച് കൊച്ചിനെ രക്ഷിക്കുന്നു. ഇതാണ് ഈ 10-12 എപ്പിസോഡിൽ കൂടെ നമുക്ക് മുമ്പോട്ട് എത്തിക്കുന്ന കാര്യങ്ങൾ. സംഗതി നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയുള്ളൂ. അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന രീതികളും മറ്റൊക്കെ നമുക്ക് കൺവിൻസിങ് ആവുന്നുണ്ട്. റിയൽ ലൈഫിൽ അതിനെക്കുറിച്ച് എനിക്കറിയാം. എല്ലാവരുടെയും അഭിനയം നല്ല കിടിലനാണ്. ഈ രാജ്കുമാർ ഹിരാനിയെ നിങ്ങൾക്കറിയോ? ഒരു ഫേമസ് ഡയറക്ടറാണ്. ഒരുപാട് പടങ്ങളൊക്കെ ബോളിവുഡിൽ ചെയ്തിട്ടുള്ളതാണ്. പുള്ളിയുടെ മകനാണ് ഈ ഫ്രീഡം. ഈ പടത്തിന്റെ പ്രസൻസ് വെച്ചിരിക്കുന്ന പുള്ളിയുടെ പേരാണ്. മകന് വേണ്ടി പുള്ളി ഇൻവെസ്റ്റ് ചെയ്തായിരിക്കും. പക്ഷെ അവരുടെ മകൻ കിടലിന് അഭിനയാണ്. പെട്രോ ആയിട്ട് അഭിനയിക്കുന്ന നമ്മുടെ മുന്നാഭായ് MBBS, അതിൻ്റെ അകത്തൊക്കെ മുന്നാഭായിയുടെ വലങ്കൈയായിട്ട് നിന്ന പുള്ളി ഈ രാജ്കുമാർ ഹിരാനി ഡയറക്ട് ചെയ്ത പടാന്ന് എനിക്ക് തോന്നുന്നു. ഈ വെബ് സീരീസിനെ കുറിച്ച് ഏകദേശം അടി കിട്ടില്ല. ഹോട്ട്സ്റ്റാറിൽ 98-99 തോന്നുന്നു. അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്കാണ്. അത് ഫ്രീ വേർഷനിലില്ല. ഇതൊക്കെ മടുപ്പിക്കില്ല. ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ക്രൈം, അതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു ഹ്യൂമർ ഉണ്ട്, ഫാമിലി അറ്റാച്ച്മെന്റ് ഉണ്ട്, പൂപ്പൻ കൊച്ചുമോൻ തമ്മിലുള്ള അറ്റാച്ച്മെന്റ്, ഭാര്യ ഭർത്താവ് ബന്ധവും അകൽച്ചയും, ഈ പോലീസ് ഓഫീസറും ആ ചെറുപ്പക്കാരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഫൺ എലമെന്റ്സ് ഉണ്ട് അതിനകത്ത്. പിന്നെ എനിക്കത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പോലെയുള്ള ഒരു ഫീലാണ് അതിന്റെ മലയാളം വേർഷൻ. ഹിന്ദി അറിയാം, എന്നാലും മലയാളത്തിൽ കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ടല്ലോ. അതാണ് ഞാൻ മലയാളം പ്രിഫർ ചെയ്തത്. ഞാനത് സത്യം പറഞ്ഞാൽ കാണാനിരുന്നല്ല. ഇതിന്റെ ഹോട്ട്സ്റ്റാർ വെച്ചപ്പം ഇതിന്റെ ഒരു ഫ്രീ ഒരു 8 മിനിറ്റിന് നമ്മളെ കാണിച്ചു. 8 മിനിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പേയ്മെന്റ് ചെയ്തിട്ടാണ് ഇത് കണ്ടത്. 90 സംതിങ് എന്തേ ഉള്ളൂ. നിങ്ങളത് പേ ചെയ്ത് കാണുക. അതൊക്കെ വല്ലപ്പോഴും നല്ല വെബ് സീരീസ് വരുള്ളൂ കേട്ടോ. ഞാൻ അതുകൊണ്ട് പറഞ്ഞത്, തമാശയായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ആ മുന്നാഭായിക്ക് അതല്ല ഇങ്ങനെ നല്ല ഫൺ അഭിനയിക്കുന്ന മനുഷ്യനാണല്ലോ. ഇങ്ങനെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ആ പയ്യൻ നല്ല നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ രാജ്കുമാർ ഹിരാനിയുടെ മകൻ കിട്ടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആ മിനിസ്റ്ററിന്റെ വൈഫ്, പുള്ളിക്കാരി നല്ല അഭിനയമാണ്. മിനിസ്റ്ററിനെ എനിക്ക് അയാളെ ഇതിന്റെ പടത്തിൽ കണ്ട ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ഇങ്ങേരുടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറുണ്ട്. പുള്ളി നല്ല കിഡിലൻ അവരെയാണ്, നല്ല നാച്ചുറലാണ്. ഹീറോയിൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മിനിസ്റ്ററിന്റെ വൈഫാണ്. പുള്ളിക്കാരത്തിലൂടെയാണ് ഈ കൊച്ചിന്റെ ഇഷ്യൂസ് ഒക്കെ റൺ ചെയ്തു പോകുന്നത്. പിന്നെ പുള്ളിക്കാരത്തിലെ കാമുകനായിട്ട് അഭിനയിച്ച പുള്ളിയൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ മെയിൻ വില്ലൻ പുള്ളിക്കാരൻ മറ്റു പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കന്നഡ മൂവീസിലൊക്കെ നല്ല അഭിനയ പുള്ളി. ഞാൻ പറയാനാ നിങ്ങൾ പുള്ളിയുടെ പടങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണെങ്കിലും നല്ല ആക്ടറാണ് പുള്ളി. എന്താണെങ്കിലും ഇതൊരു മസ്റ്റ് വാച്ച് വെബ് സീരീസ് എന്നാ ഞാൻ പറയുള്ളൂ. ഇരുന്ന് കാണുക. ബ്ലൂ വെയിൽ ഗെയിമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല? ഒരിടയ്ക്ക് കുട്ടികളൊക്കെ ഒരുപാട് അഡിക്റ്റഡ് ആയിരുന്നല്ലോ. അങ്ങനെ ഓരോരോ ടാർഗറ്റ് കൊടുക്കുകയും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കുട്ടികളൊരു കുറച്ച് നാൾ മുമ്പൊക്കെ ആ ഒരു
ടൈം പീരീഡും ആ ഒരു മാറ്ററൊക്കെയാണ് അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് കണ്ടു നോക്ക് പറ്റുന്നുണ്ടെങ്കിൽ.